പ്രിയമുള്ളവരെ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം നൽകുന്ന ലഹരി വിരുദ്ധ സന്ദേശ മാരത്തോണിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷയായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ചന്ദ്രമോൾ ജിന്നി അവരുടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശവുമായി ഒരു മാരത്തോൺ ഇവിടെ നടത്തിയിരിക്കുകയാണ്. രാജ്യത്തെ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ മാരത്തോണിന്റെ ഔപചാരികമായ ഫ്ലാഗോത്കരണം ഉപയോഗിച്ചതായ ബഹുമാനപ്പെട്ട ഇടുക്കിയിലെ SP സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ സാറിനെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രമോൾ മാഡം, മറ്റ് വൈസ് പ്രസിഡന്റ്, മറ്റ് പ്രധാനപ്പെട്ട ആൾക്കാർ, പ്രിയപ്പെട്ട കുട്ടികളുടെ നാട്ടുകാർ, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ ഞാനത് ഉദ്ഘാടനം ചെയ്ത് ശരിയാകും എനിക്കിന് കൊണ്ടാണ്. കാരണം പോലീസിൻ്റെ ഒരു ചെറിയൊരു പരാജയമാണല്ലോ ലഹരി കൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോരുത്തരും നോക്കിയാൽ മാത്രമേ ഈ ഇപ്പോഴത്തെ നിയന്ത്രിത മേഖലകളിലും അതുപോലെ ഈ സംവിധാനത്തിലും നമ്മൾ സ്വയം പിന്മാറിയാൽ മാത്രമേ ഇതിനുള്ള ഒരു കാരണം ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ അവസരത്തിൽ ഈ ബോധവൽക്കരണ പ്രോഗ്രാമുമായിട്ട് മുന്നിട്ടിറങ്ങുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും അതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ മാരത്തൺ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് ഇവിടെ വരാൻ സാധിച്ച എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി. ലഹരി വിരുദ്ധ സന്ദേശ മാരത്തോൺ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ നിരീക്ഷ ഉദ്ഘാടനം നിർവഹിക്കുന്നു. തുടർന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് വഴിതെറ്റുന്ന പുതുതലമുറയ്ക്ക് വഴികാട്ടിയായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തും ലഹരി വിരുദ്ധ സന്ദേശ മാരത്തോൺ നൂറുകണക്കിന് വിദ്യാർത്ഥികളും ബഹുജനങ്ങളും അണിനിരക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശ മാരത്തോണിന്റെ ഔദ്യോഗികമായ ഫ്ലാഗ് ഓഫ് കർമ്മം ഇവിടെ ബഹുമാനായ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ നിരീക്ഷ ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് ചെറുതോണിയിലേക്ക് പ്രയാണം ആരംഭിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശ മാരത്തോൺ ചെറുതോണിയിൽ എത്തിച്ചേരുമ്പോൾ, പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ എത്തിച്ചേരുമ്പോൾ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി സാന്ദ്ര ജിന്നി അധ്യക്ഷയാകുന്ന വേദിയിൽ ബഹുമാനായ ഇടുക്കി ജില്ലാ കളക്ടർ ശ്രീ ദിനേശ് ചെറുവാട്ട് IAS അവർ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. ഈ ലഹരി വിരുദ്ധ സന്ദേശ മാരത്തോണിൽ പങ്കെടുക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ബഹുജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.
ലഹരി വിരുദ്ധ സന്ദേശ മാരത്തോൺ ബഹുമാനായ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ചെറുതോണിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ എത്തിച്ചേരുമ്പോൾ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സാന്ദ്ര ജിന്നി അധ്യക്ഷയായ വേദിയിൽ ബഹുമാനായ ഇടുക്കി ജില്ലാ കളക്ടർ ശ്രീ ദിനേശൻ ചെറുവാട്ട് IAS അവർ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും.
അല്ല നീ അതിൻ്റെ അത് ഒഴിപ്പിച്ച് ചെയ്ത് കേട്ടോ റൗണ്ട് ചെയ്താൽ മതി ഈ പിടിക്കാൻ പറ്റുന്നതിന് മുമ്പ് അയ്യോ ഓക്കെ ഞാൻ ബയോളജി ചെയ്ത നല്ല കേട്ട ഫോട്ടോ മെഡിക്കലാ
ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശ പരിപാടിയുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ച മാരത്തൺ ഓട്ട മത്സരത്തിന് ശേഷം പൈനാവ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ബാൻഡ് മേളവും തൊട്ട് പിന്നാലെ പൈനാവ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബും ഇവിടെ ആരംഭിക്കുകയാണ്. ഫ്ലാഷ് മോബിന് ശേഷം നമ്മുടെ ബഹുമാനായ ജില്ലാ കളക്ടർ വിജയികളായിട്ടുള്ള ആളുകളുടെ ക്യാഷ് അവാർഡ് വിതരണവും അതുപോലെ മെഡൽ വിതരണവും നടത്തുന്നതാണ് എന്ന കാര്യം അറിയിക്കും.
കളക്ടർ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും നല്ല കൈയോടുകൂടി കളക്ടർ സ്ഥാനം സ്വാഗതം ചെയ്യാം. നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഈ പരിപാടികൾക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ AP ഉസ്മാൻ അവരുടെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ഭീകരയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സാന്ദ്രമോൾ ജിന്നി, ഔപചാരികമായി ഈ മത്സര പരിപാടിയിൽ പങ്കെടുത്ത വിജയികളായിട്ടുള്ളവർക്കും പാർട്ടിസിപ്പൻസിനും സമ്മാനവും മെഡലും നൽകുന്ന ഇടുക്കി ജില്ലയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വളരെ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ജില്ലാ കലക്ടർ ശ്രീ ദിനേശൻ ചെറുവാട്ട് IAS ഉൾപ്പെടെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ PA സജി അടക്കം ബഹുമാന്യരായ ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഞാൻ ദീർഘമായ ഒരു ഉദ്ദേശ പ്രസംഗം നടത്തുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷം ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ജാഗ്രത. ആ പദ്ധതി ഇടുക്കി ബ്ലോക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ ലഹരി ഉപയോഗത്തിനെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണവും അതുപോലെയുള്ള വിപുലമായ ക്യാമ്പയിനും നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആരംഭിച്ചത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ ഗവൺമെൻറ് ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അൺഎയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റ് ഫാക്കൽറ്റികളുടെയും സഹായത്തോടു കൂടി വളരെ വിജയകരമായ നിലയിൽ തന്നെ പദ്ധതി നടപ്പാക്കുവാൻ കഴിഞ്ഞു. ഇന്ന് നമ്മുടെ നാട്ടിലെമ്പാടും ലഹരിയുടെ ഉപയോഗം അമിതമായി വർദ്ധിച്ചു വരികയാണ്. മയക്കുമരുന്നും മദ്യവും ഇന്ന് മനുഷ്യ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിയുന്നത്. വളർന്നു വരുന്ന കുട്ടികൾ, ചെറുപ്പക്കാർ അവരുടെ ബുദ്ധിയെ മസ്തിഷ്ക പ്രഹാരം നടത്തുന്നത് പോലെ നടത്തി അവരെ വലിയ കൊലപാതകത്തിലേക്കും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും കൊണ്ടുവന്ന് നമ്മുടെ നാടിനെ അപക സഞ്ചാരത്തിലൂടെ നയിക്കുന്ന ഒരു സമൂഹം ഇന്ന് നമ്മുടെ നാട്ടിൽ സജീവമായി ഉണർന്നു നിൽക്കുകയാണ്. അവരുടെ വ്യാപകമായി നടക്കുന്ന മയക്കുമരുന്ന് വിതരണവും ഉപയോഗവും വളരെ ശക്തമായി നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നു. ഏറെ സ്നേഹം നിറഞ്ഞ നമ്മുടെ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ദിനേശൻ സാർ,
സ്വാഗതം ആശംസിച്ച വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഉസ്മാനിക്ക, മറ്റു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയമുള്ള കുട്ടികളെ, ലഹരി വിരുദ്ധ സന്ദേശ പ്രവർത്തനങ്ങൾ എന്ന ഒരൊറ്റ ആശയവുമായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് നിൽക്കുമ്പോൾ എത്തരത്തിൽ ഇത്തരം ഒരു ആശയം നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ പറ്റി ഞങ്ങൾ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ഉണ്ടായപ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞ ഏറ്റവും മനോഹരമായ ഒരു ഐഡിയ ആയിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ലഹരിയുടെ മാർഗത്തിൽ നിന്ന് വേർതിരിച്ച് കലാകായിക മേഖലയിലേക്ക്, പ്രത്യേകിച്ചും കായിക മേഖലയിലേക്ക് തിരിച്ചുകൊണ്ട് അവരുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് കായിക മേഖലയ്ക്ക് കുറച്ചുകൂടി പ്രാധാന്യം നൽകി അവരെ കായിക മേഖലയിൽ കുറച്ചുകൂടി വളർത്തിയെടുത്ത് ലഹരിയുടെ ചൂഷണത്തിൽ നിന്ന്, ലഹരിയുടെ പിടിക്കണിയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുക എന്ന രീതിയിലൊരു ആശയമാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ജാഗ്രത എന്ന പേരിൽ ഇവിടെ അവതരിപ്പിച്ചത്. ഈ മാരത്തോണിൽ ഉടനീളം പങ്കുകാരാകുവാൻ വിവിധങ്ങളായ സ്കൂളുകളിൽ നിന്ന്, വിവിധങ്ങളായ ജില്ലകളിൽ നിന്ന് പാർട്ടിസിപ്പൻസായി എത്തിയിട്ടുള്ള ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടു. ഈ ലഹരി വിരുദ്ധ സന്ദേശം എന്ന ഈ മാരത്തണിനോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഓടുമ്പോൾ, കരിമ്പലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെറുതോണിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഓരോ ടീഷർട്ടും അണിഞ്ഞുകൊണ്ട് ഓടുമ്പോൾ നിങ്ങൾ ശരിക്കും സമൂഹത്തിന് മുന്നിൽ വലിയൊരു സന്ദേശം നൽകുകയായിരുന്നു. ഇവിടെ ആയിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ലഹരി വിരുദ്ധ യാത്രയ്ക്കാണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരുപാട് അഭിമാനമുണ്ട്. അത്തരത്തിൽ ഒരു നല്ല സമൂഹത്തിന്, നല്ലൊരു തലമുറയുടെ മുന്നിലാണ് ഞാൻ ഇന്ന് അഭിമുഖീകരിച്ച് നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ചും നമ്മുടെ ചുറ്റുപാടും ഏറ്റവും അധികം വലിയൊരു ഭീഷണിയായി ഇന്നത്തെ കാലത്ത് വളർന്നു വരുന്ന ഒന്നാണ് ലഹരിയുടെ കെണികൾ. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് തലത്തിലുള്ള കുട്ടികളെ എത്തരത്തിലൊക്കെയോ പിടിച്ചുകൊണ്ടു പോകുമോ അത്തരത്തിലൊക്കെ പിടിച്ചുകൊണ്ടു പോകുവാൻ തക്ക രീതിയിലുള്ള ലഹരി മാഫിയകൾ നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ ബഹുമാന്യായ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സാന്ദ്രമോൾ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീ ഉസ്മാൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർ ഹരികുമാർ, സജി, മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ സജി ഉൾപ്പെടെ ഈ വേദി അലങ്കരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, കുട്ടികളെ, വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു വിഷയമാണ് ഈ ലഹരി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ ഈ എക്സൈസ് കസ്റ്റംസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥാപനം, NAC എന്ന് പറഞ്ഞൊരു സ്ഥാപനം നമ്മുടെ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഒരു ട്രെയിനിങ് പരിപാടി നടത്തിയിരുന്നു. ആ ട്രെയിനിങ് പരിപാടിയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ സീറോ ടോളറൻസ്, അതായത് ഒരു തരത്തിലും നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ പാടില്ലാത്ത, നമ്മുടെ സമൂഹത്തിൽ ടോളറേറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് ഈ ലഹരി എന്ന് പറയുന്നത്, ആൻറ്റി നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഈ നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ ഉപയോഗം നേരത്തെ ഇപ്പം ഇവിടെ സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഊന്നി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിന്റെ ഒരു അവസ്ഥ നോക്കുവാണെങ്കിൽ ഇന്ന് വളരെയധികം ഇത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാനൊരു മനസ്സിലാക്കിയത്, കഴിഞ്ഞ വർഷം കേരളത്തിൽ മാത്രം 27,000 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഈ സാക്ഷര സുന്ദര കേരളത്തിൽ ഇത് നമുക്ക് തടയാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പല കാര്യത്തിലും നമ്മൾ വളരെ മുൻപന്തിയിലാണെന്ന് പറയുന്നു. ഇത്രയും വർഷമായിട്ട് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും മറ്റു പല മേഖലകളിലും നമ്മൾ മുൻപന്തിയിൽ നിന്നു. പക്ഷേ ഈ ലഹരി എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത് നമ്മൾ വളരെ ആശങ്കയോടെ കാണേണ്ടതാണ്. അത്ലറ്റിക് അസോസിയേഷൻ CCO, കായിക അധ്യാപിക സംഘടനയുടെ നേതാക്കളും ഇടുക്കി ബ്ലോക്കിൻ്റെ ഈ പരിപാടി ഏകീകരിച്ച് നടപ്പാക്കിയ പ്രിയങ്കനായ ശ്രീ ക്ലിൻറ്റ് D പഴയലിക്കണ്ടം ഹൈസ്കൂള്, അതോടൊപ്പം അജേഷ്, പിന്നെ നൈസി തോമസ് വാഴത്തോപ്പ് കായികാധ്യാപകരുണ്ട്. അവരും ഈ ചടങ്ങ് തീർന്നിട്ടേ പോകാവുള്ളൂ. അവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഏറ്റവും ബഹുമാന്യായ യോഗത്തിൻ്റെ അധ്യക്ഷ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാഡം, ഏറ്റവും ബഹുമാന്യനായ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് IAS സാർ അവർ, സമാദരണീയരായ വേദിയിൽ ഉള്ള മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ,
കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് ലഹരി പദാർത്ഥങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ 2 തരത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഡിമാൻഡും സപ്ലൈയും. സപ്ലൈ കുറയ്ക്കാനോ അല്ലെങ്കിൽ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെങ്കിൽ, ഡിമാൻഡ് കുറയ്ക്കാനും അല്ലെങ്കിൽ ഇല്ലാതാക്കാനും വേണ്ടി വിമുക്തി എന്നൊരു വിഭാഗം രൂപീകരിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ മുതലായ സാമൂഹിക പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി വരികയാണ്. വിവിധ ഇനങ്ങളിൽ അടുത്തതായി ഏറ്റവും ആദ്യം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പഞ്ചഗുസ്തിയിൽ മികവ് തെളിയിച്ച് നാഷണൽ ചാമ്പ്യനായ ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീമതി ജിൻസി ജോസ്. ഏറ്റവും സ്നേഹത്തോടെ ജിൻസി മാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പഞ്ചഗുസ്തിയിൽ തന്നെ മികവ് തെളിയിച്ച ബൃന്ദ രാജൻ. നൂറ് മീറ്റർ ഓട്ടത്തിൽ മികവ് തെളിയിച്ച ദേവപ്രിയ. തായ്ക്കൊണ്ടോ ചാമ്പ്യനായ പ്രമോദ് ദാസ്. ഏറ്റവും സ്നേഹത്തോടെ പ്രമോദ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ലെവലിൽ ഹൈ ജമ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഏറെ അഭിമാനമായി മാറിയ ഷാൽബിൻ KS. ഷാൽബിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷാൽബിന്റെ അസാന്നിധ്യത്തിൽ അമ്മയെ മെഡൽ ഏറ്റുവാങ്ങുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. നടത്തിയ മാരത്തോൺ മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനദാനമാണ് അടുത്തതായി നടത്തുന്നത്. ഏറ്റവും ആദ്യം തന്നെ അണ്ടർ 17 ഗേൾസ് കാറ്റഗറിയിലുള്ള സമ്മാനദാനമാണ് നൽകുന്നത്. 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ S87 ശരണ്യ രാജൻ. CHS കാൽവരി മൗണ്ടിൽ നിന്നും ശരണ്യ രാജൻ. ശരണ്യ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ S82 ഹന്നാമോൾ ഷിജു. സെന്റ് ജോർജ് HSS വാഴത്തോപ്പിൽ നിന്നും ഹന്നാമോൾ ഷിജു. മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയിരിക്കുന്നത് സെന്റ് ജോർജ് വാഴത്തോപ്പ് തന്നെയാണ്. S82 ചെസ് നമ്പർകാരിയായ ബെൻസി ബിജു. നാലാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 586 കൃഷ്ണപ്രിയ ജോഷി. ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നും കൃഷ്ണപ്രിയ ജോഷി. അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 585 ഡയാനോ ഷാജൻ ഫ്രം സെന്റ് ജോർജ് HSS വാഴത്തോപ്പ്. അണ്ടർ 17 ഗേൾസിന്റെ സമ്മാനദാനം അവസാനിക്കുകയാണ്. എല്ലാ സ്നേഹ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അടുത്തതായി നടത്തുന്നത് അണ്ടർ 22 ഗേൾസ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതോടൊപ്പം സമ്മാനദാനവുമാണ്. 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 565 ആൻമരിയ ജോൺ ഫ്രം GHS പഴേരിക്കണ്ടം. നല്ലൊരു കയ്യടിയോടെ ആൻമരിയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 570 റിയ മരിയ ജോയ് ഫ്രം മാർ ബെസലിയോസ് കോളേജ് കോതമംഗലം. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 569 അലീന സജി ഫ്രം GHS കാൽവരി മൗണ്ട്. അലീന സജി CHS കാൽവരി മൗണ്ട്. നാലാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 580 ഡിവീന ജോ റൂബി ഫ്രം CHS കാൽവരി മൗണ്ട്. അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 581 ബ്ലെസ്സി ബെന്നി ഗവൺമെന്റ് കോളേജ് കട്ടപ്പന. എല്ലാവരും നല്ലൊരു കയ്യടിയോടെ നമുക്ക് ബ്ലെസ്സി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആറാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 576 ജോബീന ജോബി ഫ്രം അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി. ഏഴാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 566 ഡോണ ബിജു GHS പഴേരിക്കണ്ടം. അണ്ടർ 22 ഗേൾസിന്റെ സമ്മാനദാനം അവസാനിക്കുകയാണ്. അടുത്തതായി അനൗൺസ് ചെയ്യുന്നത് അണ്ടർ 17 ബോയ്സിന്റെ റിസൾട്ടും സമ്മാനദാനവുമാണ് അടുത്തതായി നടത്തുന്നത്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 590 ആദിത്യൻ സൈനു ഫ്രം SNVHHS NR സിറ്റി. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 494 അഭിനന്ദ് തോമസ് ഫ്രം മാർ ബേസിൽ സ്കൂൾ കോതമംഗലം. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 493 ആനോൺ ജോസഫ് ഫ്രം മാർ ബേസിൽ സ്കൂൾ കോതമംഗലം. ഏറെ അഭിമാനമായി നാലാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മാർ ബേസിൽ സ്കൂൾ കോതമംഗലം തന്നെയാണ്. ചെസ് നമ്പർ 492 അലൻ ജോസഫ്. മാർ ബേസിൽ സ്കൂളിന്റെ എല്ലാ സ്നേഹ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 475 ജുവാൻ ഷിജോ ഫ്രം SNHHS മുരിക്കാശ്ശേരി. ആറാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 482 വൈഷ്ണവ് രതീഷ് ഫ്രം SNHHS വെള്ളയാംകുടി. ഏഴാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 593 കേശവനാഥ്. CHS കാൽവരി മൗണ്ടിൽ നിന്നും കേശവനാഥാണ് ഏഴാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. എട്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 487 ആത്മവ് അജീഷ് ഫ്രം SGHHS വാഴത്തോപ്പ്. അണ്ടർ 17 ബോയ്സിന്റെ സമ്മാനദാനം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതായി അണ്ടർ 22 ബോയ്സിന്റെ സമ്മാനദാനമാണ് നടത്തുന്നത്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 519 അൽഫോൻസ് ഉല്ലാസ് ഫ്രം SB കോളേജ് ചങ്ങനാശ്ശേരി. നല്ലൊരു കയ്യടിയോടെ അഭിമാനത്തോടെ അൽഫോൻസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 500 ക്രിസ്റ്റോ ബിജു ഫ്രം സെന്റ് മേരീസ് രാജാക്കാട്. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 540 ആദിത്യൻ TV ഫ്രം GHS പഴേരിക്കണ്ടം.
4ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 549 അജിൻ സേവ്യർ ഫ്രം CHS കാൽവരി മൗണ്ട്. അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 550 ആൽബിൻ ബിനോയ് ഫ്രം മാർ ബേസിൽ സ്കൂൾ കോതമംഗലം. 6ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 534 ഷാരൂൺ രാജു ഫ്രം SJHS വെള്ളയാംകുടി. 7ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 502 അർജുൻ പ്രമോദ് ഫ്രം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി. 8ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 531 നവനീത് KS ഫ്രം പാവനാത്മ കോളേജ് മുരിക്കാശ്ശേരി. വാശിയേറിയ മത്സരത്തിന്റെ സമ്മാനദാനം ഇവിടെ അവസാനിക്കുകയാണ്. വിജയികളായ എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയാണ്. പാർട്ടിസിപ്പേഷൻ ഷീൽഡ് ഏറ്റുവാങ്ങുന്നതിനായി പങ്കെടുത്ത വിദ്യാർത്ഥികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവർക്കുള്ള മെഡൽ നൽകുന്നതാണ്. നമ്മുടെ സെക്രട്ടറി CDPO എല്ലാവരും. നമുക്ക് വിദ്യാർത്ഥികൾക്ക് സമ്മാനം നൽകാവുന്നതാണ്. ഓരോരുത്തരായി മുൻപിലേക്ക് കടന്നു വന്ന് പാർട്ടിസിപ്പേഷൻ ഷീൽഡ് ഏറ്റുവാങ്ങണം. സമ്മാനദാനം നൽകുന്നത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഹരികുമാർ സാറാണ്. ഏറ്റുവാങ്ങുന്നതിനായി ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ വേദിയിലേക്ക് ഓരോരുത്തരായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സമ്മാനദാനം നൽകുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ, വെള്ളത്തൂവൽ ഡിവിഷന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ PA സജി സാറാണ്. അടുത്തതായി സമ്മാനദാനം നടത്തുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരണീയ പ്രസിഡന്റ് ശ്രീമതി സാന്ദ്രാമോൾ ജിന്നിയാണ്. ഏറ്റുവാങ്ങുന്നതിനായി വിദ്യാർത്ഥികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സമ്മാനദാനം നൽകുന്നതിനായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്രട്ടറി ശ്രീമതി ഷൗജാമോൾ P. കോയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സമ്മാനദാനം നൽകുന്നതിനായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ CDPO ആയ ലാലി മാത്യുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സമ്മാനദാനം നൽകുന്നതിനായി ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ഏറെ ബഹുമാനപ്പെട്ട ശ്രീ ഫ്രാൻസിസ് അറക്കപ്പറമ്പിലിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സമ്മാനദാനം നൽകുന്നത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വെള്ളത്തൂവൽ ഡിവിഷൻ മെമ്പറായ PA സജി സാറാണ്.
സമ്മാനാർഹരായ എല്ലാവർക്കും എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഈ മാരത്തോണിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പൊതുസമ്മേളനം അവസാനിച്ചതായി അറിയിക്കുന്നു. ആ അല്ല വെള്ളം വിളിക്കുന്നുണ്ടോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. വണ്ടി പുറകെ ഇരിക്കാണ്ട് നോക്കണേ. ആ ആ ഓരോരു ഫോട്ടോ എടുത്തോട്ടെ കേട്ടോ. ഓക്കെ 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 ഓക്കെ. ആ ഒന്ന് എല്ലാവരും കൂടി ഒന്ന് വെച്ച്. ആ ആ ഓയ്